മാർച്ച് 18 ജെറുസലേമിലെ വിശുദ്ധ സിറിൽ സഭാപിതാവ് 315 മുതൽ 386 വരെ കാലഘട്ടം. പാലസ്തീനയിൽ നിന്നുള്ള ഏക വേദപാരംഗതനാണ് വിശുദ്ധ സിറിൽ. അദ്ദേഹം ജെറുസലേമിൽ ജനിച്ചു. 384 മുതൽ 386 വരെ അവിടെ മെത്രാനുമായിരുന്നു. കാൽവരിയിലെ പ്രഥമ ദൈവാലയം പണിതുയർന്നതും മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തി ക്രിസ്തുവിൻ്റെ പ്രവചനത്തെ പരാജയപ്പെടുത്താൻ 363 ജെറുസലേം ദൈവാലയം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ തറയിൽ നിന്ന് അഗ്നി വമിച്ചതും സിറിൽ നേരിൽ കണ്ട കാര്യങ്ങളാണ്. വിശുദ്ധ സിറിലിൻ്റെ പ്രധാന ഗ്രന്ഥം 24 ഉപദേശങ്ങളാണ്. വേദോപദേശ പ്രസംഗങ്ങൾ. തെറ്റുകൾ പഠിപ്പിക്കുന്ന പള്ളികളിൽ പോകുന്നതിനെ അദ്ദേഹം ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു: ഏതെങ്കിലും അപരിചിതമായൊരു നഗരത്തിൽ താമസിക്കുമ്പോൾ എവിടെയാണ് പള്ളിയെന്ന് ചോദിച്ചാൽ പോരാ. ദൈവസ്നേഹമില്ലാത്ത ശാഖകളും തങ്ങളുടെ ഗുഹകളെ പള്ളികളെന്നാണ് വിളിക്കുന്നത്. അതിനാൽ എവിടെയാണ് പള്ളിയെന്ന് ചോദിച്ച് തൃപ്തിയടയാതെ എവിടെയാണ് കത്തോലിക്ക പള്ളിയെന്ന് ചോദിക്കണം. നമ്മുടെ എല്ലാവരുടെയും അമ്മയും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മണവാട്ടിയുമായ ആ പരിശുദ്ധ സഭയുടെ പേരതാണ്. ലളിതമായിരുന്നു സിറിലിൻ്റെ പ്രസംഗങ്ങൾ. ഈശോയെ സാരാംശത്തിൽ പിതാവിനോട് സമൻ എന്ന് വിളിക്കുന്നതിന് പകരം നിത്യപിതാവിൻ്റെ ഏകപുത്രൻ, പുത്രനായ ദൈവം, എമ്മാനുവേൽ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശ്രോതാക്കളുടെ വികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ടേ അദ്ദേഹം പ്രസംഗിച്ചിരുന്നുള്ളൂ. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു: എൻ്റെ പ്രസംഗം നീണ്ടുപോയെന്ന് എനിക്കറിയാം, സമയം വൈകിയല്ലോ. എന്നാൽ രക്ഷയുടെ കാര്യങ്ങളെപ്പറ്റി നാം ദീർഘമായി ചിന്തിക്കേണ്ടയോ? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് നിങ്ങളുടെ ഗുരുക്കന്മാർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദീർഘമായ ഉപദേശം നിങ്ങളും പ്രതീക്ഷിക്കേണ്ടയോ? മെത്രാനായിരിക്കുമ്പോൾ സിറിൽ 3 പ്രാവശ്യം നാട് കടത്തപ്പെട്ടു. 358-നും 360-നും മധ്യേ 2 പ്രാവശ്യവും 367 മുതൽ 378 വരെ തുടർച്ചയായി 11 വർഷവും വിപ്രവാസം അനുഭവിച്ചു. സിറിലിൻ്റെ കാലത്ത് ജനങ്ങൾ വിശുദ്ധ കുർബാന 2 സാദൃശ്യങ്ങളിലും സ്വീകരിച്ചിരുന്നു. തിരുവോസ്തി അവരവരുടെ കയ്യിലാണ് സ്വീകരിക്കുന്നത്. എന്നാൽ എത്ര ശ്രദ്ധയോടെ വേണമെന്ന് സിറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് കേൾക്കുക. കൈകൾ അകത്തിയോ വിരലുകൾ അകറ്റിയോ പിടിക്കാതെ ഇടത് കൈ വലത് കരത്തിൻ്റെ മീതെ വെച്ച് ഒരു സിംഹാസനം തയ്യാറാക്കി ഒരു രാജാവിനെ എന്ന പോലെ സ്വീകരിക്കുക. ഉള്ളം കൈ കുഴി പോലെ പിടിച്ച് മിശിഹായുടെ ശരീരം സ്വീകരിച്ച് ആമേൻ എന്ന് പറയുക. പരിശുദ്ധ ശരീരം തൊടുമ്പോൾ കണ്ണുകൾ ഭക്തിനിർഭരമായിരിക്കണം. അനന്തരം ഒരു പൊടി പോലും താഴെ വീഴാതെ ഭക്ഷിക്കുക. വിശുദ്ധ സിറിലിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പര്യാപ്തമല്ലേ? നിസ്തുലനായ ഈ ഉപദേശിയെ മാർപ്പാപ്പ 1882 ജൂലൈ 28 വേദപാരംഗതൻ എന്ന് പ്രഖ്യാപനം ചെയ്തു. വചനം പ്രഭാഷകൻ 48:20. അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും ഏശയ്യാ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. വിചിന്തനം. വിറച്ച് വിറച്ച് കാൽ വയ്ക്കുന്ന വൃദ്ധന് വടിയൊരു താങ്ങാണ്. സന്ദേഹസാഗരത്തിൽ മുങ്ങിത്തുടിക്കുന്ന നമുക്ക് വിശ്വാസമാണ് അഭയം. ആകയാൽ വേദോപദേശം പഠിപ്പിക്കുന്നവൻ വിശുദ്ധ സിറിലിനെ പോലെ ലളിത ഭാഷയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് വളരുന്ന തലമുറയിൽ വിശ്വാസം സുദൃഢമാക്കട്ടെ.